ഹായ് ഓൾ വെൽക്കം ടു എൽ അക്കാഡമി. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? CUET PG എക്സാം ഒക്കെ എഴുതി സ്കോർ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ വന്നിട്ട് സമർത്ഥ് പോർട്ടൽ ത്രൂ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വരേണ്ടത് CUH.AC.in എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അവർ പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമുക്ക് അഡ്മിഷൻ എന്ന് പറഞ്ഞ ഈ ഒരു സെഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി പോകുന്നത് CUET പോസ്റ്റ് ഗ്രാജുവേഷൻ 2026-27 ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾ ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് ജനറൽ ഇൻസ്ട്രക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ടാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ CUET എക്സാം എന്ത് ചെയ്യണം, അപ്പിയർ ചെയ്തിരിക്കണം. അങ്ങനത്തെ കുട്ടികൾക്കാണ് ഇവിടെ വന്നിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ എലിജിബിൾ ആണ്. അതായത് ചില കോഴ്സുകൾക്ക്, ചില പ്രോഗ്രാമിന് അവർ പറയുന്നത് 45% ബാച്ചിലേഴ്സിൽ നിങ്ങൾക്ക് ടോട്ടൽ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ആയിട്ട് മാർക്ക് വേണമെന്ന് അവർ പറയും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇപ്പം സപ്പോസ് ബോട്ടണി കോർ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. അപ്പം ആ രീതിയിൽ നിങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും നിങ്ങളുടെ എലിജിബിലിറ്റി കറക്റ്റ് ആണോ എന്ന് അവർ ചോദിക്കുമ്പോൾ നിങ്ങളത് വായിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. ഓക്കെ, അതാണ് നമ്പർ 1 ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം. രണ്ടാമതായിട്ട് നിങ്ങളുടെ പേപ്പർ കോഡാണ്. CUET എക്സാം എഴുതിയിട്ടുള്ള ആ ഒരു പേപ്പർ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ പ്രോഗ്രാമിനാണ് പോകാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നത് സമർത്ഥ് പോർട്ടൽ ത്രൂ ആണ്. ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ആപ്ലിക്കേഷൻ ഫീസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് പറയുന്നുണ്ട്. അത് നോൺ റീഫണ്ടബിൾ എമൗണ്ട് ആണ്. കാറ്റഗറി വൈസ് നോക്കുന്ന സമയത്ത് ജനറൽ, OBC, EWS കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ പ്രോഗ്രാമിന് 500 രൂപയും അഡീഷണൽ പ്രോഗ്രാമിന് 300 രൂപയാണ് ഈടാക്കുന്നത്. ഫീമെയിൽ കാറ്റഗറി പിന്നെ കാൻഡിഡേറ്റ്സ് ആവുന്ന സമയത്ത് അവിടെ 200 റുപ്പീസ് ആണ് ഒരു പ്രോഗ്രാമിന് വരുന്നത്. അഡീഷണൽ ആവുന്ന സമയത്ത് 100 റുപ്പീസ് വരുന്നുണ്ട്. ഇനി SC ST PWD ട്രാൻസ്ജെൻഡർ കാറ്റഗറിക്കാർക്ക് അവിടെ ഒരു രജിസ്ട്രേഷൻ ഫീസ് വരുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, എത്രയാണ് ഫീസ് വരുന്നത് എന്നുള്ളതും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, CUETയുടെ ടെസ്റ്റ് പേപ്പർ കോഡ് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഗ്രാം ഏതൊക്കെയാണ് ഇവിടെ വരുന്നത് എന്നുള്ളത് നോക്കാം. അതിന് മുൻപായിട്ട് ഈ ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റീഡ് ചെയ്യുക. അവർ പറയുന്നുണ്ട് നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ, ഇമെയിൽ ID CUET PGക്ക് കൊടുത്തിട്ടില്ല ഉള്ളത് എന്തായിരിക്കണം, വാലിഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് വേണം, ആ ഒരു നമ്പറിലേക്കായിരിക്കും നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വരിക. അത് ത്രൂ ഔട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ വെബ്സൈറ്റിൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് അതേപോലെ കൗൺസിലിംഗ് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ റീഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ബാക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും PG പ്രോഗ്രാംസിന്റെ ഡേറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഓൾറെഡി ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 22/5/2026 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫീസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് വരെയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12/6/2026 വരെ ആയിരിക്കും. അതിനുശേഷം കറക്ഷൻ ഡേറ്റ് ഉണ്ട്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും എന്തുണ്ടാവുക, നമ്മുടെ മെറിറ്റ് ലിസ്റ്റ് അവർ ഇടുന്നെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫസ്റ്റ് കൗൺസിലിംഗ് ആണ്. ഓക്കെ, അങ്ങനെ കൗൺസിലിംഗ് നടക്കുന്നത് 4 റൗണ്ട് ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് കൗൺസിലിംഗ് വരുന്നത് അവർ ഡിസ്പ്ലേ ചെയ്യുന്നത് പറഞ്ഞു 16/6/2026 പിന്നീട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ ഫീസ് അടിച്ചുകൊണ്ട് നമ്മുടെ അഡ്മിഷൻ കൺഫേം ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അതേപോലെ സെക്കൻഡ് കൗൺസിലിംഗ് വരുന്നത് 18/6/2026 പിന്നീട് നിങ്ങൾ ഇവിടെ ഫീസ് അടയ്ക്കുക. ഓക്കെ, ആ ഒരു രീതിയിലാണ്. പിന്നെ തേർഡ് കൗൺസിലിംഗ്, ഫോർത്ത് കൗൺസിലിംഗ്, ഈ ഒരു ഡേറ്റ് നിങ്ങളുടെ മൈൻഡിൽ വേണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോ നോട്ടിലോ മറ്റോ എന്ത് ചെയ്യുക, കറക്റ്റ് എഴുതി വെക്കുക. നിങ്ങൾ ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൗൺസിലിംഗ് ഡേറ്റ് എന്നാണ്, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് എന്നാണ് എന്നുള്ളത്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മുടെ 4 കൗൺസിലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, 4 റൗണ്ട് ഓഫ് കൗൺസിലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, അവിടെ വെയിറ്റിംഗ് ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും വാക്കൻസി സീറ്റിൽ വരുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് കുട്ടികളെ എടുക്കുന്നതായിരിക്കും.
ഇനി നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കുമ്പോൾ അത് 14/7/2026 ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇവിടെ നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ യൂണിവേഴ്സിറ്റി, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയുടെ ഒരു വെർച്വൽ ടൂറൊക്കെ അവർ കാണിക്കുന്നുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റിൽ വന്നിട്ട് നിങ്ങൾ ഇവിടെ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ Welcome to the 360 virtual tour of Central University. Welcome to Academic Block 3. ഞാനത് കംപ്ലീറ്റ് ആയിട്ട് പ്ലേ ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ വിസിറ്റ് ചെയ്യണം, അങ്ങനെ ഒരു വെർച്വൽ ടൂർ നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സൈറ്റിൽ പോവാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സീറ്റ് മെട്രിക്സ് ആണ്. ഓക്കെ, അതായത് ഏതൊക്കെ പ്രോഗ്രാംസ് ഉണ്ട് എന്നുള്ളത് അവർ കൊടുക്കുന്നുണ്ട്. മാസ്റ്റർ ഓഫ് സയൻസ് വരുന്നുണ്ട്, അതേപോലെ MCOM, മാസ്റ്റർ ഓഫ് ആർട്സ് വരുന്നുണ്ട്, പിന്നെ MBA, അങ്ങനത്തെ ഒരുപാട് കോഴ്സുകൾ അവർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എത്രയാണ് സീറ്റ് അതിൻ്റെ അലോക്കേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് ഇപ്പം ഓരോ കാറ്റഗറി വൈസ് ആ ഒരു സീറ്റ് കൊടുത്തിട്ടുള്ളത് എന്നിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം ബയോ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ MSc ബയോ കെമിസ്ട്രിക്ക് പോകേണ്ട ഒരു കുട്ടിക്ക് അവിടെ 35 സീറ്റ് ഉണ്ട്. അതിൽ റിസർവേഷൻ കാറ്റഗറി നോക്കുന്ന സമയത്ത് SC കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 5 സീറ്റാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ST ആണെങ്കിൽ 3 ഉണ്ട്, അതേപോലെ OBC ആകുമ്പോൾ 9 സീറ്റ് ഉണ്ടായിരിക്കും. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 14ആണ്. EWS എന്ന് പറയുമ്പോൾ എക്കണോമിക്കലി വീക്കർ സെഷൻ, ഓക്കെ, അവർക്ക് 4 സീറ്റ് ഉണ്ട്. അതേപോലെ PWD, അതായത് ഫിസിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇത്തരം ഈ ഒരു രീതിയിലാണ് സീറ്റിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ബയോ കെമിസ്ട്രി, ബയോടെക്നോളജി, കെമിസ്ട്രി, അതേപോലെ എൻവിറോൺമെന്റൽ സയൻസ്, ജിയോഗ്രഫി, ജിയോളജി, ഇങ്ങനെ ഒരുപാട് മാത്സ്, മൈക്രോബയോളജി, ന്യൂട്രീഷൻ ബയോളജി, ഇങ്ങനത്തെ ഒരുപാട് MSc കോഴ്സുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ MCOM, കൊമേഴ്സിലെ MCOM വരുന്നുണ്ട്, MCA, അതേപോലെ എക്കണോമിക്സ് MA കോഴ്സുകൾ വരുമ്പോൾ എക്കണോമിക്സ്, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ്, ഇനി ഹിന്ദി, ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജി വരുന്നുണ്ട്, ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അതല്ലാതെ ലോ, അതേപോലെ ലൈബ്രറി സയൻസ്, ഇങ്ങനത്തെ ഒരുപാട് കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാനായിട്ട് പറ്റും. ടോട്ടൽ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1487 സീറ്റുകൾ അവിടെ ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സീറ്റ് മെട്രിക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യാനാണ് പോകുന്നത്, ഓൾറെഡി നമ്മൾ ഇനി എന്തെങ്കിലും ജനറൽ നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്മിഷൻ ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇമെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ വന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ വരുമ്പോൾ CUET PGയിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ ഇമെയിൽ, അതേപോലെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേഞ്ച് വരാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ നമ്പറുകൾ അതേപോലെ ആ ഇമെയിൽ ID ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കൊടുത്തു, റോൾ നമ്പർ ഇവിടെ ഫില്ല് ചെയ്തു, പിന്നെ നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ എൻ്റർ ചെയ്യുക, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ആപ്ലിക്കൻറ്റിൻ്റെ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്, മൊബൈൽ നമ്പർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് കൊടുത്ത് നിങ്ങളുടെ കൺസെൻറ്റ് കൊടുത്ത് ഈ ഒരു ക്യാപ്ച വെരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങളുടെ ഇമെയിലിലേക്ക് അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോകും. ആ OTP കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നിങ്ങൾ അവിടെ ഒരു പാസ്വേഡും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ എഗെയിൻ CUET ആപ്ലിക്കേഷൻ്റെ നമ്പർ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പാസ്വേഡ് നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ ഒരു പാസ്വേഡ് കൊടുത്ത് ക്യാപ്ച കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും ഈ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സമർസ് പോർട്ടൽ ത്രൂ ആണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് 3 സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ ഒരു പ്രോഗ്രാം സെലക്ഷൻ ഉണ്ടാകും. പിന്നെ അതിന് ശേഷം നിങ്ങൾ ഡാഷ്ബോർഡിലേക്കാണ് ഡയറക്റ്റ് എത്തുന്നത്. ആ ഡാഷ്ബോർഡിൽ നിങ്ങളുടെ മൈ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് പ്രോഗ്രാം സെലക്ട് ചെയ്യാൻ പറ്റും. ദെൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ സ്കാൻ ചെയ്ത് കോപ്പി അയക്കേണ്ടതുണ്ട്. പിന്നീടാണ് പേയ്മെന്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റെപ്പുകൾ ചിലപ്പോൾ എന്തുണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ ഞാൻ പറയുന്നതിലും ആ ഒരു സ്കിപ്പിംഗ് സംഭവിച്ചേക്കാം. പക്ഷേ ഓവറോൾ ഇതാണ് ഈ ഒരു ഐഡിയ. ഓക്കെ, അത് കിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രോഗ്രാം സെലക്ഷൻ ആണ് ആദ്യത്തെ ഒരു ഫേസിൽ നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അവിടെ മാസ്റ്റർ ഓഫ് ആർട്സ് അവിടെ കൊടുക്കുക. അതിൽ ഏത് സബ്ജക്റ്റ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സോഷ്യോളജി ആണെങ്കിൽ സോഷ്യോളജി എന്ന് കൊടുക്കുക. ഇനി അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്,
നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഓൾറെഡി ഇവിടെ വരും. അതിന് ശേഷം ബാക്കി വാക്കൻ്റ് ആയിട്ട് വരുന്ന ഏരിയാസ് ആണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പം അതിൽ നാഷണാലിറ്റി, അതേപോലെ ആൾട്ടർനേറ്റീവ് ഇമെയിൽ, ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർക്ക് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ നിങ്ങളുടെ അഡ്രസ്സ്, കറസ്പോണ്ടിങ് അഡ്രസ്സ് അത് സെയിം ആണെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർമനന്റ് അഡ്രസ്സിൻ്റെ അവിടെ നിങ്ങൾക്ക് ആ സെയിം കോപ്പി ചെയ്തിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങളിവിടെ ഫില്ല് ചെയ്യാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ OBC അല്ലെങ്കിൽ OBC NCL ഉണ്ടല്ലോ, SC ST കാറ്റഗറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറി സർട്ടിഫിക്കറ്റിന് നമ്പർ കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂയിങ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ തഹസിൽദാറാണ് അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു ഡേറ്റ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും താഴെ പോയി കഴിഞ്ഞാൽ. അപ്പം ആ ഒരു നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നോക്കിയിട്ട് ഡേറ്റ് കറക്റ്റ് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇതിന് മുൻപ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ, എൻറോൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവിടെ നോ കൊടുക്കുക. ബാക്കി അപ്പം ഇവിടെ നോട്ട് പ്രൊവൈഡഡ് കൊടുത്താൽ മതി. നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ പേര്, അവരുടെ ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ, മൊബൈൽ നമ്പറൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് റെഡ് മാർക്ക് കാണാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ എമർജൻസി കോൺടാക്ട് നമ്പർ എന്തായാലും കൊടുക്കുക. പിന്നെ കമ്പൈൻഡ് ഫാമിലി ഇൻകം ചോദിക്കുന്നുണ്ട്, ഇൻകം കറക്റ്റ് കൊടുക്കുക. അതിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് കറക്റ്റ് കൊടുക്കേണ്ടതുണ്ട്. അത് ആ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ഇൻ കേസ് നമ്മൾ അവിടെ അഡ്മിഷൻ എടുത്തു, ഇനി ബാക്കിയുള്ള ഓവർലാപ്പ് ചെയ്തുകൊണ്ട് വേറെ യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് വരുന്നു, അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അത് ഓക്കെ ആയി തോന്നി നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്, റീഫണ്ട് കിട്ടേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ആ റീഫണ്ട് വരുന്നത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ബാങ്ക് നമ്പറിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഓക്കെ, ആരുടെ പേരിലാണോ അക്കൗണ്ട് ഉള്ളത് ആ ഒരു അക്കൗണ്ട് ഹോൾഡറുടെ പേരിലായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇവിടെ കറക്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടേതോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെതോ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അതർ കോട്ട് അല്ലെങ്കിൽ അതർ കാറ്റഗറി ആണ് അവർ ചോദിക്കുന്നത്. അതായത് നിങ്ങൾ PWD കാറ്റഗറി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ലാതെ ചിൽഡ്രൻസ് ഓർ വിഡോസ് ഓഫ് ആംഡ് ഫോഴ്സ്ഡ് പേഴ്സണൽസ് ചോദിക്കുന്നുണ്ട്. ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സിംഗിൾ ഗേൾ ചൈൽഡ് ആണോ, NSS ഉണ്ടോ, NCC ഉണ്ടോ എന്നൊക്കെ അവർ ചോദിക്കാം. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അവർ ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ നിങ്ങൾ വെറുതെ ക്ലിക്ക് ചെയ്യാതെ നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, 50% മാർക്ക് വേണം എന്നാണോ അവർ പറയുന്നത്, അല്ലെങ്കിൽ 45% മാർക്ക് വേണമെന്നാണോ പറയുന്നത്, ബാച്ചിലേഴ്സ് ഡിഗ്രി ഹോൾഡ് ചെയ്യുന്നത് 4 ഇയേഴ്സ് ആണോ 3 ഇയേഴ്സ് ആണോ എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് വായിച്ചിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ലൈഫ് സയൻസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ലൈഫ് സയൻസിലെ അണ്ടറിൽ വരുന്ന ഒരുപാട് കോഴ്സുകളുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ അർഹരാണോ എന്നുള്ളതും കൂടെ അവിടെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൺഫേം ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. അപ്പം ക്ലാസ് 10th മുതൽ നമ്മുടെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ ഈ ഇയർ കഴിയും, അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് നമ്മൾ ഇനി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇയർ ഓഫ് പാസിംഗ് അവർ ചോദിക്കും, അത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നു, ഏതാണ് നിങ്ങളുടെ ക്ലാസ്, അതായത് ഡിസ്റ്റിങ്ഷൻ ആണോ ഫസ്റ്റ് ക്ലാസ് ആണോ എന്നുള്ളത് ചോദിക്കും, അത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ സ്കൂൾ നെയിം, അതേപോലെ ബോർഡ്, പിന്നെ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് കോമ്പിനേഷൻസ് പഠിച്ചിരുന്നു, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. അത്രയാണ് +2 10th കുറിച്ച് ചോദിക്കുന്നത്. ഇനി +2ലേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ നിങ്ങളുടെ ഇയർ ഓഫ് പാസിംഗ്, പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. സോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ അഡീഷണലി അവർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓരോ സബ്ജക്റ്റ് 6 സബ്ജക്റ്റിലും നമുക്ക് എത്ര സ്കോർ ഉണ്ടായിരുന്നു, ഒബ്റ്റൈൻഡ് മാർക്ക് എത്രയാണ്, അതേപോലെ ടോട്ടൽ മാർക്ക് എത്രയാണെന്ന് അവർ ചോദിക്കുന്നുണ്ട്. 200 വെച്ച് കൊടുക്കാം കേട്ടോ അവിടെ. ഈ രീതിയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രാജുവേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഗ്രാജുവേഷനിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഈ ഇയറിൽ പാസ് ഔട്ട് ആവുന്ന ആളുകളാണെങ്കിൽ 2026 എന്ന് കൊടുത്തിട്ട് അപ്പിയർഡ് ഓർ അപ്പിയറിംഗ് എന്നുള്ള സ്റ്റാറ്റസ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ ഏതൊക്കെ സബ്ജക്റ്റ് കോമ്പിനേഷൻ ആണോ നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് അത് കറക്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി ഡീറ്റെയിൽസ് നിങ്ങളുടെ ഏത് കോളേജിൽ നിന്നായിരുന്നു നിങ്ങൾ പാസ് ഔട്ട് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ എടുക്കുന്നത്, അതേപോലെ ഏത് യൂണിവേഴ്സിറ്റിയാണ് എന്നുള്ള കാര്യങ്ങളുണ്ട്, രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളതൊക്കെ നിങ്ങൾ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കൊടുത്തിട്ടുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ പോയിട്ട് അത് റീസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് റീസൈസ് ചെയ്യാനായിട്ട് പറ്റും. JPG അല്ലെങ്കിൽ JPEG PDF ഫോർമാറ്റ് ഒക്കെയാണ് അവർ ചോദിക്കുന്നത്. സോ ആ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ 10 KB to 500 KB ആ ഒരു ലിമിറ്റ് അവർ പറയുന്നുണ്ട്. ആ ലിമിറ്റിൻ്റെ ഉള്ളിലായിരിക്കണം ഫയൽ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫോട്ടോ
ഓക്കെ, നമ്മുടെ സിഗ്നേച്ചർ, അതോടൊപ്പം തന്നെ നമ്മുടെ മാർക്ക് ഷീറ്റ്, 10th-ന്റെയും +2-ന്റെയും മാർക്ക് ഷീറ്റ് അവർ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ് ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ CUET-യുടെ സ്കോർ കാർഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. ഇത്രയും ഡാറ്റാസ് കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെന്റ് ചെയ്യാം. അത്രയാണ് ഇതിൽ പറയാനുള്ളത്. സോറി. അപ്പൊ അത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം. ഓക്കെ.